ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മടി പിടിച്ച ദിവസങ്ങളിൽ നമുക്ക് 5-10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവും സന്തോഷമുണ്ട്. ഒരു കപ്പോളം തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്. നിങ്ങളുടെ പച്ചമുളക് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം കേട്ടോ. അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നല്ല ചെറിയ പുളിപ്പുള്ള കട്ടത്തൈര് ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ ചൂടാക്കാനായി വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുക് കൂടെ ഇട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇതിൻ്റെ കൂടെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്കത് അതുകൂടെ ഇടാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനതിട്ടില്ല. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി മൂത്ത് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം തീ ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. തിളയ്ക്കാൻ പാടില്ല. ഇനി തീ കുറച്ച് വെച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ഉലുവപ്പൊടി ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതാ നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതും ചൂട് ചോറിനോടൊപ്പം കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ല അസൽ മോര് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.